I'm Shishra. Welcome back to my YouTube channel. അങ്ങനെ ഞാനിപ്പോൾ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു ഗൈസ്. ബംഗളൂരു. അതെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെഡിങ് ഷോപ്പിംഗ് കുറേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ റിസപ്ഷൻ്റെ കുറച്ച് നമുക്ക് പർച്ചേസ് ബാക്കിയുണ്ട്, ചേട്ടനും പർച്ചേസ് ബാക്കിയുണ്ട്. സോ ഞാനങ്ങനെ ബാംഗ്ലൂർ എത്തി. അപ്പം ഞാനിനി ഇവിടെ നിന്ന് നമ്മുടെ ചേച്ചിയൊക്കെയുള്ള സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഞാനിനി ചേച്ചി മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ്. അങ്ങനെ അതുൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി നേരെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇപ്പോൾ എത്തി. അവർ ഓൾറെഡി പമ്പിച്ചേച്ചി ഏതോ ഒരു ചെരുപ്പിൻ്റെ കടയിൽ കയറിയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. വി ഹാവ് സോ മെനി ഓപ്ഷൻസ് ഹിയർ. ഇപ്പോൾ സമയം 12:30 അതുകൊണ്ട് തിരക്കൊക്കെ വരുന്നുള്ളൂ. സൺഡേ ആണ് തിരക്ക് വരുന്നുള്ളൂ. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ആണ് ഓഫർ കഴിഞ്ഞിട്ട് 750 ആണ് വരിക. അവരവിടെ ചെരുപ്പ് വാങ്ങിച്ചു. താങ്കൾ എന്തിൻ്റെ ചെരുപ്പാണ് വാങ്ങിച്ചത്? ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി സംഗീതത്തിൻ്റെ ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാം. അത് നോക്കൂ, നല്ല രസമില്ലേ? ഇവിടെ സബില ഞങ്ങൾ വന്നത്. ഇവിടെ മറ്റേത് മൊത്തം മറ്റേ എന്തായിരുന്നു എൻ്റെ പേര്, ടോപ്പിൻ്റെ പേരെന്തായിരുന്നു? കോസെറ്റോ? ഫുൾ കോസെറ്റ് നല്ല വാങ്ങില്ലേ? നല്ല രസങ്ങൾ. ഇതൊക്കെ എൻ്റെ ഹൽദിൻ്റെ ഡ്രസ്സിൻ്റെ വേറെ സാധനം. ഇതല്ലാതെ വേറെ അവിടെ ഇൻഡോഴ്സിൽ നല്ല കളക്ഷൻ ഉണ്ട്. സംഗീതം എടുത്തതിനേക്കാളും പാൻറ്റല്ലേ താങ്കൾ പറഞ്ഞത്? നമുക്കിനി അടുത്ത കടയിൽ പോവാം. കമേഴ്ഷ്യൽ പ്ലാസ. ഒരു റൗണ്ട് ഞങ്ങൾ കഴിഞ്ഞു. എൻ്റെ ഒരു റൗണ്ട് ഞാൻ നോക്കി. താങ്കൾ പോസ്റ്റായോ? പോസ്റ്റായി ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. രസമുണ്ട് കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ കുറേ കടകളിൽ. അപ്പോൾ നമുക്ക് വേറെ കടകളിലും പോയി നോക്കാം. ഞങ്ങളിവിടെ ഗൗൺ സെക്ഷൻ വാങ്ങാൻ വന്നതാണ്. പമ്പു ചേച്ചിക്ക് ഗൗൺ എടുക്കാൻ. അതേപോലെ തിരിച്ചിറങ്ങാൻ പോവാം. ബിക്കോസ് അത്ര രസമുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച അത്ര രസമുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് നേരം എടുക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, ഞങ്ങൾ അടുത്ത കടയിൽ വരികയാണ്. ബ്ലാക്ക് ആണ്, ബ്ലാക്ക്. ഇതിൻ്റെ തീം പേസ്റ്റലായതുകൊണ്ട് നമുക്ക് പേസ്റ്റലിലേക്ക് നോക്കാം. വരൂ ഗൈസ്, തലയും കുത്തി വീടാതെ വരൂ ഗൈസ്. അങ്ങനെ സമയം 2:15. ഞങ്ങളിപ്പോഴും ഒന്നും ആയിട്ടില്ല, ഒന്നും വിൽക്കാണ്ട് ഞങ്ങളിപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അവിടെ ഗൗണ് നോക്കാമെന്നുള്ളതാവില്ല. അവസാനം ഇപ്പോൾ മെറ്റീരിയൽ നോക്കുന്ന പരിപാടിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാനും അതിൽ പോസ്റ്റാണോ? ഞാനതിലൂടെ സൈഡായി. എനിക്ക് ആക്ച്വലി നോക്കാണ്ട് ഞാനൊരു സ്ഥലത്ത് നിന്ന് ഓൾറെഡി നോക്കി. ഇവിടെ കുറേ സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഡ്രേപ്പ് സ്കേർട്ടാണ്. ഞാൻ ഓൾറെഡി 2 സ്കേർട്ടാണ്, 2 ഫംഗ്ഷൻ ഞാൻ 2 സ്കേർട്ടാണ്. അപ്പോൾ ഞാൻ സ്കേർട്ട് വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർ അതിനെനിക്ക് പലാസാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ഞങ്ങളങ്ങനെ KFCയിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻഡിങ് ഓർഡർ ടു ദ കിച്ചൺ ഗൈസ്. ഇവരാണോ ഈ പെട്ടെന്ന് ആക്കിയില്ലെങ്കിൽ നമുക്ക് പീസ് ചെയ്യുന്നത്? ചിക്കൻ അല്ലേ? സ്കാൻ ഫോർ ഇരുന്നല്ലേ. ഓർഡർ കൺഫേം. താങ്ക് യു. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് 1 മിനിറ്റ് വൈകിയതുകൊണ്ട് എന്ത് കിട്ടി? ഒരു എക്സ്ട്രാ പീസ് കിട്ടി. അത് വിങ്സാണ് തന്നത്, കുഴപ്പമില്ല. സോ ലെറ്റ്സ് എൻജോയ് ഗൈസ്. ഒരു ഇത് 10 8 10 ഇതിന് നോക്കും. എന്താ ടെക്നോളജി മനസ്സിലാത്ത? അതെ, ഒരു സൈഡിൽ ഇങ്ങനെ, ഒരു സൈഡിൽ ഇങ്ങനെ. ഒറ്റ കൈ സൈഡിൽ മാത്രം, ഒരു സൈഡിൽ മാത്രം. ഒരു സൈഡ് കൈയില്ല, ഷോൾഡർ കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നൈസ്. നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ എല്ലാം
എന്താ ചിരിക്കാൻ പാടില്ല. എന്നോട് കോൺസെപ്റ്റ് എന്തോ ഞങ്ങളിവിടെ അയ്യോ ഞങ്ങൾ എൻ്റെ 2 ചെരുപ്പ് വാങ്ങിച്ചു, ചേച്ചിയുടെ ചെരുപ്പ് വാങ്ങിച്ചു. ഞങ്ങൾ ഇതിൽ ഇവിടെ ഓൾറെഡി സെയിൽ നടക്കാം കേട്ടോ, 50% സെയിലുണ്ട്. അപ്പോൾ കുറേ സെയിൽ ഉണ്ടായിരുന്നു, അവർ ഓൾറെഡി ഒരു ചാർട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടായിരുന്നു സെയിലായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ പൈസ കുറച്ച് വയ്ക്കാമെന്ന് വെച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. അതാണ് ഇപ്പം ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഈ ഡ്രസ്സ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ കുറേ കണ്ടുവരിച്ചിട്ടുണ്ട്. നാളെ ചിക്പേട്ടും പോകുമായിരിക്കും. അപ്പോൾ നാളെ ചിക്പേട്ടും കൂടി പോയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുക. സോ ലെറ്റ്സ് സീ. ഞാൻ ഇൻഡോ വെസ്റ്റിൽ എൻ്റെ റിസപ്ഷൻ ഡ്രസ്സ് എടുത്തിരിക്കുന്നു. ഞാൻ ഭയങ്കര ഓവറല്ലായിരുന്നു, ഞാൻ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് എടുത്തത്. ഞാൻ ഉദ്ദേശിച്ചില്ല. പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഞാൻ ഡ്രസ്സ് എടുത്തു. അത് ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ വരുമ്പോൾ അവിടെ നമ്മൾ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. ആൻഡ് ഇപ്പോൾ സമയം 5:45 ആയി. ഇനി നമ്മൾ ഇവിടുന്ന് റെൻ്റൽ സ്റ്റോറുണ്ട് ഇന്ദിരാനഗർ, നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ആകാശേട്ടന് വേണ്ടിയിട്ടുള്ള മറ്റേ റിസപ്ഷൻ്റെ ഡ്രസ്സ് നോക്കാണ്ട് ഇന്ത്യൻ ഡ്രസ്സ് നോക്കാണ്ടാവും. സോ വി വിൽ കംപ്ലീറ്റ് ദാറ്റ് ബൈ നൗ. അപ്പോൾ ഐ തിങ്ക് ഞാനൊരു കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് വി വിൽ ഗോ ടു ഇന്ദിരാനഗർ. സോ യാ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സുഷിയിലെത്തി. എന്ത് കഴിക്കാൻ? എനിക്ക് രാമൻ കഴിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഇതെന്താ സാധനം? ചിക്കൻ യുറിഞ്ചി എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ടാവുമെന്ന് ദൈവത്തിന് അറിയാം. ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ദൈവത്തിന് അറിയാം. കഴിക്കുമ്പോൾ ഞങ്ങളറിയും. ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. എൻ്റെ എല്ലാ ഷോപ്പിങ്ങും കല്യാണത്തിൻ്റെ കഴിഞ്ഞു. ഇനി എനിക്ക് ജ്വല്ലറി ഷോപ്പിംഗ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ഇവർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട് ഷോപ്പ് ചെയ്യാൻ. സോ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നാളെ ഞങ്ങൾ ഇന്ദിരാനഗറിൽ പോയിട്ട് ഇന്ദിരാനഗറില്ല, നാളെ ഞങ്ങൾ ചിക്പേട്ട് പോയിട്ട് ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ നാളെ തന്നെ തിരിച്ച് കോഴിക്കോട് പോകും. അങ്ങനെ ഗൈസ്, ഇന്നത്തെ ഒരു ഷോപ്പിങ്ങിന് ശേഷം വീട്ടിലെത്തി. സോ ബേസിക്കലി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ചേച്ചിയുടെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ നോക്കി, കുറച്ചെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ചേട്ടന് വേണ്ടിയിട്ടുള്ള റെൻ്റൽ നോക്കി. പിന്നെ എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റായി. എൻ്റെ എല്ലാ ഫങ്ഷനിലെയും ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ ഫുഡ് വെയർ വാങ്ങിച്ചു. ഇനി ജ്വല്ലറി കുറച്ച് പെൻഡിങ് ഉണ്ട്. ബാക്കി അത്യാവശ്യം എൻ്റെ എല്ലാ കല്യാണ പർച്ചേസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ചേച്ചീൻ്റെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇന്നിപ്പം നമ്മൾ പോയത് ഇവിടെ എന്തായിരുന്നു, നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റും ഇന്ദിരാനഗറാണ് പോയത്. നാളെ നമ്മൾ ചിക്പേട്ട് പോകും. എന്നിട്ട് അവിടെയും കൂടി ഇങ്ങനെ കുറച്ച് നോക്കും. എന്നിട്ട് എന്തായാലും നാളെ ചേച്ചിക്കുള്ളത് വാങ്ങിക്കും ഉറപ്പായിട്ടും. ഇന്ന് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് കല്യാണം സീരീസ് ഫീറ്റ് സിസ്റ്ററിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്പേട്ട് മാർക്കറ്റിലേക്കായിരിക്കും പോകുന്നത്. സോ നമ്മുടെ ഓട്ടോ ചേട്ടൻ താഴെ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഏതാ മാർക്കറ്റ്? KR ചിക്പേട്ട് എത്തി. നല്ല തിരക്കുണ്ട്. നല്ല 100-200 കുറേ കിട്ടും. നമ്മൾ മീനാക്ഷി സ്വീക്കൻസിലാണ് എത്തിയത്. ഇവിടെ എൻ്റെ കുറേ തരം ഗൗൺ അവൈലബിൾ ആണ് ഗൈസ്. ഇവിടെ ഒരു മാർക്കറ്റ് തന്നെ അവൈലബിൾ ആണ്. ദിസ് ഈസ് ലൈക്ക് ലിറ്ററലി ഒരു ബോൾ ഗൗൺ തന്നെയാണ് കേട്ടോ. ബോൾ ഗൗൺ ഫുള്ളങ്ങനെ ഇത് ഇടണമെങ്കിൽ തന്നെ ഒരു ടാസ്ക് ആയിരിക്കും. ആൻഡ് ഇവിടെ കുറേ ചിക്കറ്റ് കുറേ അധികം എന്തുണ്ട് കെയർപ്പുറും റീജിയനിൽ ഇത്ര നേരത്തെ ഇത് കുറേ കിടക്കുകയാണ്. ഇവിടെ തപ്പി എടുക്കണം. അതെങ്ങനെയോ കൊണ്ടുപോകുന്നുണ്ട്. എന്തെന്തൊക്കെയോ ഉള്ളിൽ കൂടെ ഏതൊക്കെയോ സ്ഥലത്തേക്ക് പോകട്ടോ. എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. ബെസ്റ്റ് റേറ്റ് ഓ ടിക്കെ നമ്മൾ വാങ്ങിച്ചു ഗായ്സ്. അങ്ങനെ പംതേച്ചിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു. ചിക്പേട്ടിൽ നിന്നായിരിക്കും അവസാനം ഞങ്ങൾ ആ സംഭവം വാങ്ങിച്ചത്. രസമുണ്ട്, ഇഷ്ടപ്പെട്ടു അല്ലേ? ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. റേറ്റൊക്കെ നമുക്ക് കുറച്ച് തന്നു, നന്നായിട്ട് കുറച്ച് തന്നു, നല്ലതായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു റിച്ച് റെസ്റ്റോറൻറ്റ് വന്നു. പംതേച്ചി അവിടെ സൗത്ത് ഇന്ത്യൻ ഥാലി പറഞ്ഞു. എന്താ മറക്കിയോ താങ്കൾ ക്യാമറനെ? താങ്കൾ കഴിക്കുമല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിക്കാം. ഞങ്ങളിവിടെ ഞാനും ആകാശേട്ടനും വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസ് കഴിക്കാം. ഇപ്പോൾ ഇനി ഇവിടുന്ന് ആക്ച്വലി ഇനി ബാക്കിയുള്ളത് ആകാശേട്ടനെ നോക്കാൻ. ഇനി ആകാശേട്ടനെ നോക്കിയിട്ട് ഞങ്ങൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്ന് എൻ്റെ ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ഞാനങ്ങനെ ബാങ്ക് വീടിനോട് ബൈ പറയുന്നതായിരിക്കും. അവിടെ പനീർ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി ഞങ്ങളിത് കഴിക്കട്ടെ ഗൈസ്. ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നല്ല ചൂടോടെയുള്ള കറികളാണ്.
ലാസ്റ്റ് ഓക്കെ. ഇനി ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ എൻ്റെ ബാംഗ്ലൂർ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, ചേച്ചിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇവിടെ പോയിരുന്നു. ഇവിടെ ഇന്ദിര നഗർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ളത്, ഓൾട്രേഷൻ ഉള്ളത് എടുത്തു. അങ്ങനെ ഇതിൻ്റെ കുറച്ച് പീസാണ്. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഓവർ എടുത്തിട്ടില്ല, കാരണം കുറേ കടകളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ലായിരുന്നു, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സോ ബേസിക്കലി ഞങ്ങളുടെ ഈ കല്യാണം ഷോപ്പിംഗ് ഓൾമോസ്റ്റ് ഇനി അച്ഛനും കൂടി എടുക്കാണ്ട്, അല്ലാതെ എത്ര ചെയ്തിട്ടും കഴിയുന്നില്ല. ഇനി എനിക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കണം. ഡാൻസ് പരിപാടികൾ ഉണ്ട്, അപ്പോൾ ഇനി അതിലേക്ക് കിടക്കണം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ കല്യാണ ഷോപ്പിംഗ് പരിപാടീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഡാൻസ് പരിപാടികളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത് എത്രത്തോളം വരും എന്നെനിക്കറിയില്ല, ബിക്കോസ് എല്ലാവരും ഓരോ സ്ഥലത്ത്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരും. ടിൽ ദെൻ ഇറ്റ്സ് മീ ശിശ്ര സൈനിങ് ഓഫ്. ബൈ.